ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 9ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ക്ഷിതിജ് എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ഈ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഉപഭോക്തവാദ് കി സംസ്കൃതി. ഉപഭോക്തവാദ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിസം, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത. ഉപഭോക്തവാദ് കി സംസ്കൃതി. സംസ്കൃതി എന്ന് പറഞ്ഞാൽ കൾച്ചർ. എഴുതിയിരിക്കുന്നത് ശ്യാമചരൺ ദൂബെ എന്ന ആളാണ്. ഇതൊരു എസ്സേയാണ്, ഉപന്യാസമാണ്. ഉപഭോക്തവാദ് കി സംസ്കൃതി. നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് ഈ 9ാം ക്ലാസ്സിലെ മറ്റുള്ള ചാപ്റ്റേഴ്സ് കാണാനായിട്ട് ജിബീസ് ക്ലാസ്സസ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവും. പിന്നെ പ്ലേലിസ്റ്റിലോട്ട് പോവുക. പ്ലേലിസ്റ്റിൽ പോയി CBSE ക്ലാസ് 9 ഹിന്ദി എന്ന ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനു മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതിലുണ്ട്. നമുക്കിനി പാഠത്തിലോട്ട് കടക്കാം. ധീരെ ധീരെ സബ് കുച്ച് ബദൽ രഹാ ഹെ. മെല്ലെ മെല്ലെ എല്ലാം ചേഞ്ച് ആവുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ബദൽ രഹാ ഹെ എന്ന് പറഞ്ഞാൽ മാറുന്നു എന്നാണ് അർത്ഥം. ഏക് നയി ജീവൻ ശൈലി അപ്ന വർച്ചസ്വ സ്ഥാപിത് കർ രഹി ഹെ. ഏക് നയി ജീവൻ ശൈലി, ഒരു പുതിയ ജീവിത ശൈലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. उसके साथ आ रहा है एक नया जीवन दर्शन, ഉപഭോക്തവാദ് കാ ദർശൻ. അപ്പം അതിൻ്റെ കൂടെ ഒരു പുതിയ ജീവൻ ദർശൻ കൂടി വരുന്നു, കാഴ്ചപ്പാടുണ്ടാവുന്നു. ആ കാഴ്ചപ്പാടാണ് ഉപഭോക്തവാദ് അല്ലെങ്കിൽ കൺസ്യൂമറിസം. ഉത്പാദൻ ബഡാനെ പർ ജോർ ഹെ. ഉത്പാദൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി. എല്ലാവർക്കും പല സാധനങ്ങളും വേണം. അപ്പോൾ അതിനു വേണ്ടി ആ സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനെയാണ് പറയുന്നത് ഉത്പാദൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് ഒരുപാട് കൂടി വരുന്നു. ഉത്പാദൻ ബഡാനെ കാ ജോർ ഹെ. ജോർ എന്ന് പറഞ്ഞാൽ അതിലാണ് ഫോക്കസ്, ചാരോ ഓർ എല്ലാവിടെയും. യേ ഉത്പാദൻ ആപ്കെ ലിയേ ഹെ. ഈ ഉത്പാദൻ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ആപ്കെ ഭോഗ് കെ ലിയേ ഹെ. ഭോഗ് എന്ന് പറഞ്ഞാൽ ഉപയോഗം, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആപ്കെ സുഖ് കെ ലിയേ ഹെ. നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ കംഫർട്ടിന് വേണ്ടിയാണ്. സുഖ് കി വ്യാഖ്യ ബദൽ ഗയി ഹെ. സുഖം അതിൻ്റെ വ്യാഖ്യ, അതിൻ്റെ അർത്ഥം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉപഭോഗ് ഭോഗ് ഹി സുഖ് ഹെ. ഇപ്പോൾ ഉപയോഗവും അതിൻ്റെ സുഖങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴത്തെ സുഖം. ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക മെറ്റീരിയലിസ്റ്റിക്കായി മാറിയിരിക്കുന്നു. എല്ലാവരും, ഒരാൾക്ക് ഒരു സാധനമുണ്ടെങ്കിൽ അത് നമ്മൾക്കും വേണം. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ അത് വാങ്ങിക്കുക, അതെല്ലാം കൂട്ടിവെക്കുക. അത് തന്നെയാണ് ഇപ്പോഴത്തെ സുഖം, ഹാപ്പിനെസ്, കംഫർട്ട്. ഏക് സൂക്ഷ്മ ബദലാവ് ആയാ ഹെ നയി സ്ഥിതി മേ. ഈ പുതിയ സ്ഥിതിയിൽ ഒരു ചെറിയ മാറ്റം, ഒരു സൂക്ഷ്മമായ മാറ്റം വന്നിരിക്കുന്നു. ബദലാവ് എന്ന് പറഞ്ഞാൽ മാറ്റം. ഉത്പാദ് തോ ആപ്കെ ലിയേ ഹെ. ഉത്പാദ, ആ ഉത്പന്നം നിങ്ങൾക്ക് വേണ്ടിയാണ്. പർ ആപ് യഹ് ഭൂൽ ജാത്തെ ഹെ कि जाने अनजाने आज के माहौल में आपका चरित्र भी बदल रहा है. അപ്പോൾ ഉൽപ്പാദനങ്ങൾ, ആ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറക്കുന്നു, ഭൂൽ ജാത്തെ ഹെ कि जाने अनजाने में, അറിഞ്ഞോ അറിയാതെയോ, ആജ് കെ മാഹോൽ മേ, ഇന്നത്തെ സിറ്റുവേഷനിൽ ആപ്ക ചരിത്ര ഭി ബദൽ രഹാ ഹെ. നിങ്ങളുടെ ക്യാരക്ടറും അതിനോടൊപ്പം മാറുന്നു എന്നത് നിങ്ങൾ അറിയുന്നില്ല. और आप उत्पाद को समर्पित हो जा रहे हैं.
നിങ്ങൾ ആ ഉൽപ്പന്നത്തിന്, ആ പ്രൊഡക്റ്റിനോട്ട് കംപ്ലീറ്റായിട്ട് സറണ്ടർ ആവുകയാണ്, അതിന് അധീനനാവുകയാണ്. സമർപ്പിത് ഹോ ജാത്തെ ഹെ. വിലാസിത की സാമഗ്രിയോ, വിലാസിത എന്ന് പറഞ്ഞാൽ ലക്ഷറി, വിലാസിത की സാമഗ്രി എന്ന് പറഞ്ഞാൽ ലക്ഷറി ഐറ്റംസ്. വിലാസിത की സാമഗ്രിയോ സെ ബാജാർ ഭരാ പടാ ഹെ. ബാജാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിറഞ്ഞിരിക്കുകയാണ്. जो आपको लुभाने की जी तोड़ कोशिश में നിരന്തർ ലഗി रहती है. അപ്പോൾ നിങ്ങളെ മോഹിപ്പിക്കാൻ, ലുഭാന എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കാനായിട്ട്, ജി തോട് കോശിഷ് മേ നിരന്തർ ലഗി ഹെ, അതായത് ഫുള്ളായിട്ടും നിങ്ങളെ മോഹിപ്പിക്കാനായിട്ട് കംപ്ലീറ്റായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാധനങ്ങളെല്ലാം നിരന്തരമായി. दैनिक जीवन में काम आने वाली वस्तुओं को ही लीजिए. ദൈനിക് ജീവൻ, ഡേ ടു ഡേ ലൈഫിന് വേണ്ടി വരുന്ന വസ്തുക്കളെ തന്നെ നോക്കൂ. ടൂത്ത് പേസ്റ്റ് ചാഹിയെ, നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് വേണം. യഹ് ദാന്തോ കോ മോത്തി ജൈസാ ചംകീല ബനാത്താ ഹൈ. അപ്പോൾ പരസ്യങ്ങൾ പറയുകയാണ്, ഈ ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ പല്ലുകളെ മോത്തി ജൈസ ചംകീല ബനാത്ത ഹെ. മോത്തി എന്ന് പറഞ്ഞാൽ മുത്തുകൾ പോലെ, ചംകീല എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നതാക്കുന്ന ഈ ടൂത്ത് പേസ്റ്റാണിത് എന്ന് ഒരു ടൂത്ത് പേസ്റ്റ് പറയുന്നു. യഹ് മുഹ് കി ദുർഗന്ധ് ഹട്ടാത്ത ഹെ. ഇത് വായിൻ്റെ ദുർഗന്ധം ഇല്ലാതാക്കുന്നു. യഹ് മസൂഡോ കോ മസ്ബൂത് കർത്താ ഹെ. ഇത് വേറൊരു ടൂത്ത് പേസ്റ്റ്. മസൂഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗംസ്, മോണകളെ മസ്ബൂത് കർത്താ ഹെ. മസ്ബൂത് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആക്കുന്നു. ഓർ യഹ് പൂർണ്ണ സുരക്ഷ ദേത്തെ ഹെ. കംപ്ലീറ്റ് സുരക്ഷ തരുന്നു. വഹ് സബ് കർക്കെ ജോ 3-4 പേസ്റ്റ് അലഗ് അലഗ് കർത്തെ ഹെ. അപ്പോൾ അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ 3-4 ടൂത്ത് പേസ്റ്റിനെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ കിസി പേസ്റ്റ് ക മാജിക് ഫോർമുല ഹെ. ചില പേസ്റ്റുകൾ മാജിക് ഫോർമുല ഉണ്ടെന്ന് പറയുന്നു. കോയി ബബൂൽ യാ നീം കെ ഗുണോ സെ ഭർപൂർ ഹെ. അതിൽ ചില ടൂത്ത് പേസ്റ്റുകൾ ബബൂൽ അല്ലെങ്കിൽ നീം, വേപ്പിൻ്റെ ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നു. കോയി ഋഷി മുനിയോ ദ്വാര സ്വീകൃത്. ആ ഋഷി മുനിമാർ അവരെ ഉപയോഗിക്കുന്ന അതാണെന്ന് ചില പരസ്യങ്ങൾ പറയുന്നു. തഥാ മാന്യ വനസ്പതി और खनिज तत्वों के मिश्रण से बना है. അതായത് വനസ്പതിയിൽ നിന്നും അത് ഉപയോഗിച്ചും അതുപോലെ തന്നെ തത്വങ്ങൾ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കിയതാണ്, അതൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ജോ ചാഹെ ചുൻ ലീജിയെ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം, ടൂത്ത് പേസ്റ്റിൻ്റെ പല വെറൈറ്റികളുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. യദി പേസ്റ്റ് അച്ഛാ ഹെ, പേസ്റ്റ് നല്ലതാണെങ്കിൽ तो ब्रश भी अच्छा होना चाहिए. ബ്രഷ് നല്ലതായിരിക്കണമല്ലേ. ആകാർ, അതിൻ്റെ ഷേപ്പ്, രംഗ്, കളർ, ബനാവട്ട്, എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, പഹുഞ്ച് ഓർ സഫായിക്ക് ക്ഷമത, അവിടം വരെ എത്തും, അതിനെ ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്, അലഗ് അലഗ്, അങ്ങനെ പല വിധത്തിലാണ് ടൂത്ത് ബ്രഷുകൾ. ഏക് സെ ബഡ്കർ ഏക്, ഒന്നിന് മെച്ചമായി മറ്റൊന്ന്. मुँह की दुर्गंध से बचने के लिए माउथ वॉश भी चाहिए. മൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്ത്, വായയുടെ ദുർഗന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് വേണം? മൗത്ത് വാഷും വേണം. സൂചി ഓർ ഭി ലംബി ഹോ സക്തി ഹെ. അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ പോലും അതിൻ്റെ സൂചി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, ഇനിയും ഒരുപാട്
ലംബി ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ളതാവാം. पर इतनी चीज़ों का ही बिल काफ़ी ബഡാ ഹോ ജായേഗ. അപ്പോൾ ഇത്ര സാധനത്തിൻ്റെ തന്നെ ബില്ലെന്ന് പറയുന്നത് ഒരുപാട് വലുതാവാം. ക്യൂക്കി എന്താന്ന് വെച്ചാൽ ആപ് ഷായത് ബഹുവിഖ്യാപിത് ഓർ കീമത്തി ബ്രാൻഡ് ഖരീദന ഹി പസന്ദ് കരേ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പരസ്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരു നല്ല ബ്രാൻഡ്, വില പിടിച്ച ബ്രാൻഡിൻ്റെ സാധനങ്ങളെ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. സൗന്ദര്യ പ്രസാധനോ की भीड़ में भीड़ तो ചംകൃത് കർ ദേനെ വാലി ഹെ. ഇപ്പോൾ സൗന്ദര്യ സാധനങ്ങൾ, സൗന്ദര്യവർദ്ധക സാധനങ്ങളുടെ തിരക്ക് അത് തന്നെ നിങ്ങളുടെ എന്താണ് മിറാക്കുലസ് ആണത്, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഹർ മാഹ് ഉസ്മേ നയ നയ ഉത്പാദ് ജുടുത്തെ ജാത്തെ ഹെ. ആ സൗന്ദര്യവർദ്ധക സാധനങ്ങളിൽ ഓരോ മാസവും, ഹർ മാഹ് എല്ലാ മാസവും നയ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാബൂൻ ഹി ദേഖിയെ, സോപ്പ് നോക്കൂ. സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്. ഏക് മേ ഹൽക്കി ഖുശ്ബു ഹെ. ചില സോപ്പിൽ ഹൽക്കി ചെറിയ മണമേ സുഗന്ധമേ ഉണ്ടാവുള്ളൂ, ദൂസരെ മേ തേജ് നല്ല സുഗന്ധം ഉണ്ടാവും. ഏക് ദിൻ ഭർ ആപ്കെ ശരീർ കോ തരോ താജ രഖ്താ ഹെ. ഒരു സോപ്പ് നിങ്ങളുടെ ശരീരത്തിനെ ദിവസം മുഴുവൻ ഫ്രഷാക്കി വയ്ക്കുന്നു. ദൂസര പസീന റോക്താ ഹെ. വേറൊരെണ്ണം നിങ്ങളുടെ വിയർപ്പിനെ തടയുന്നു. തീസര മൂന്നാമത്തത് ജേംസ് ആപ്കി രക്ഷാ കർത്താ ഹെ. ജേംസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നുമല്ല നിങ്ങളുടെ ശരീരത്തെ രക്ഷിക്കുന്നു. യേ ലീജിയെ സിനെ സ്റ്റാർസ് കെ സൗന്ദര്യ കാ രഹസ്യ. ഇത് നോക്കൂ, സിനി സ്റ്റാർ എന്ന് പറഞ്ഞാൽ സിനിമ സ്റ്റാർസിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഉൻക മൻപസന്ത് സാബൂൻ. ചില പരസ്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഇഷ്ടപ്പെട്ട സോപ്പ് ഇതാണ്, അവർ ഇതുപയോഗിച്ചാണ് അവരുടെ സൗന്ദര്യം നിലനിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള പല മോഹിപ്പിക്കുന്ന പരസ്യങ്ങളും. സച്ചായി കാ അർത്ഥ് സമജ്നാ ചാത്തേ ഹെ തോ യഹ് ലീജിയെ. സത്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയണമെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചു നോക്കൂ, ഇത് വാങ്ങി ഈ സോപ്പ് വാങ്ങി ഉപയോഗിക്കൂ. അങ്ങനെ പല വിധത്തിലുള്ള പരസ്യങ്ങൾ. ശരീർ കോ പവിത്ര രഖ്നാ ചാത്തേ ഹെ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പവിത്രമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തോ യഹ് ലീജിയെ, ഇത് വാങ്ങിക്കൂ. ശുദ്ധ ഗംഗാജൽ മേ ബനി സാബൂൻ. ശുദ്ധമായ ഗംഗാജലം കൊണ്ട് ഉണ്ടാക്കിയ സോപ്പ്. ചമടി കോ നരം രഖ്നെ കെ ലിയെ യഹ് ലീജിയെ മെഹംഗി ഹേ. ചമടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ത്വക്ക്, നിങ്ങളുടെ സ്കിന്നിനെ നരം എന്ന് പറഞ്ഞാൽ സോഫ്റ്റായി വെക്കണമെങ്കിൽ, സോഫ്റ്റായിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സോപ്പ് വാങ്ങൂ. മെഹംഗി ഹേ പറയുന്നുണ്ട്, ഇത് കോസ്റ്റ്ലി ആണ്, ഇതിന് കൂടുതൽ വിലയുണ്ട്. പർ ആപ്കെ സൗന്ദര്യമേ നിഖാർ ലാദേഗി. നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഇത് ഷൈനിങ് കൊണ്ടുവരും. നിഖാർ എന്ന് പറഞ്ഞാൽ ഷൈനിങ് നൽകും നിങ്ങളുടെ സൗന്ദര്യത്തിന്, നിങ്ങളുടെ സ്കിന്നിന്. സംഭ്രാന്ത് മഹിളാവോ കി ഡ്രസ്സിംഗ് ടേബിൾ പർ. സംഭ്രാന്ത് പറഞ്ഞാൽ വലിയ ആൾക്കാർ, നല്ല പണക്കാരായ സ്ത്രീകളുടെ ഡ്രസ്സിംഗ് ടേബിളിൽ 30,000 की സൗന്ദര്യ സാമഗ്രി ഹോനാ തോ ആം ബാത് ഹെ. 30,000 രൂപയോളമുള്ള അങ്ങനെയുള്ള ഓരോരോ വസ്തുക്കൾ അവരുടെ ഡ്രസ്സിംഗ് ടേബിളിൽ കാണാം. മാമൂലി ബാത്ത് ഹെ. മാമൂലി ബാത്ത് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, സർവ്വസാധാരണമാണ്. അത്രയും വിലയുള്ള ഓരോ സാധനങ്ങൾ അവരുടെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവുക എന്നത്. പാരീസ് സെ പെർഫ്യൂം മംഗായിയെ. പാരീസിൽ നിന്ന് പെർഫ്യൂം വാങ്ങിക്കുന്നു. ഇത്നാ ഹി ഓർ ഖർച്ച് ഹോ ജായേഗ. അങ്ങനെ ഒരുപാട് വിലയുള്ള
ഓരോ സാധനങ്ങൾ, സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഈ പ്രതിഷ്ഠ ചിഹ്ന ഹെ. അപ്പോൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും, പുറത്തുള്ള വന്യ ദേശങ്ങളിൽ നിന്ന് വരെ വളരെ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കും. അതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നത്? അതെല്ലാം പ്രതിഷ്ഠാ ചിഹ്ന ഹെ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജിൻ്റെ സിമ്പലാണിതെല്ലാം. സമാജ് മേ ആപ്കി ഹൈസിയത്ത് ജതാത്തെ ഹെ. സൊസൈറ്റി, സമാജ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നിങ്ങളുടെ വില, നിങ്ങളുടെ ക്ഷമത, അത് വിളിച്ചോതുന്നതാണിതെല്ലാം. നിങ്ങൾക്ക് എത്ര കാശുണ്ട്, നിങ്ങൾ എത്ര കഴിവുള്ളവരാണെന്ന് കാണിക്കാനാണിതെല്ലാം. പുരുഷ് ഭി ഇസ് ദൗഡ് മേ പീച്ചെ നഹി ഹെ. പുരുഷന്മാരും ഈ ഓട്ടത്തിൽ പുറകിലല്ല. പഹലെ ഉൻകാ കാം സാബൂൻ ഓർ തേൽ സെ ചൽ ജാത്താ ഥാ. പുരുഷന്മാർക്ക് പണ്ടൊക്കെ സോപ്പും എണ്ണയും മാത്രം മതിയായിരുന്നു. ആഫ്റ്റർ ഷേവ് ഓർ കോലൻ ബാദ്മയായ ഈ ആഫ്റ്റർ ഷേവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞാണ് വന്നത്. अब तो इस सूची में दर्जन चीज़ें और जुड़ गई है. ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഡസൻ കണക്കിന് 1-2 ഡസൻ്റെ സാധനങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ട്. ചോടിയെ വിടൂ, ഈ സാമഗ്രിക്കോ, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ മറക്കൂ, വിടൂ. വസ്തു ഓർ പരിധാൻ കി ദുനിയാമേ ആയിയെ. വസ്തുക്കളുടെയും വേഷഭൂഷകളുടെയും വസ്ത്രങ്ങളുടെയും ഒക്കെ ആ വേൾഡിലോട്ട് വരൂ, ആ ലോകത്തോട്ട് വന്ന് നോക്കൂ. ജഗ ബുട്ടീക്ക് ഖുൽ ഗയേ. ജഗ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും, ബുട്ടീക്ക് എന്ന് പറഞ്ഞാൽ ടൈലറിൻ്റെ ഷോപ്പുകൾ. പല സ്ഥലങ്ങളിലും ടൈലർ ഷോപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. നയ ഡിസൈൻ കെ പരിധാൻ ബാജാർ മേ ആ ഗയേ ഹെ. പുതിയ ഡിസൈനിൽ ഡ്രസ്സുകൾ മാർക്കറ്റിൽ വന്നിരിക്കുന്നു. യേ ട്രെൻഡി ഹെ. ഇത് ട്രെൻഡിയാണ്. ഓർ മെഹംഗെ ഭി, വിലയുള്ളതുമാണ്. പിछले वर्ष के ഫാഷൻ ഇസ് വർഷ്. കഴിഞ്ഞ വർഷത്തെ ഫാഷൻ ഈ വർഷം ഉപയോഗിക്കുന്നു. ശരം കി ബാത്ത് ഹെ. അത് ഷെയിംഫുള്ളാണ്. ഘടി പഹലെ സമയ ദിഖാത്തി ഥി. പണ്ട് ഈ വാച്ചുകൾ എന്ന് പറയുന്നത് സമയമാണ് കാണിച്ചിരുന്നത്. ഉസ്സേ യദി യഹി കാം ലേനാ ഹോ തോ 400-500 മേ മിൽ ജായേഗി. അപ്പോൾ സമയം നോക്കാൻ മാത്രമാണെങ്കിൽ അതൊരു 400-500 രൂപയ്ക്ക് ആ വാച്ച് കിട്ടും. हैसियत जताने के लिए, ഇപ്പം നമ്മളുടെ കഴിവ് കാണിക്കാനായിട്ട് ആ 50-60 हज़ार से लाख 1.5 लाख की घड़ी भी ले सकता है. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കാണിക്കാൻ, സമ്പത്ത് കാണിക്കാനാണെങ്കിൽ 50,000-60,000 രൂപ തൊട്ട് 1 ലക്ഷം, 1.5 ലക്ഷം, ലാഖ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം, 1.5 ലാഖ് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം, 1.5 ലക്ഷത്തിൻ്റെ വരെ വാച്ചുകൾ നിങ്ങൾക്ക് വാങ്ങാം. സംഗീത് കി സമജ് ഹോ യാ നഹി. മ്യൂസിക്കിനെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച് അറിയാമോ അതോ അറിയില്ലെങ്കിൽ പോലും കീംതി മ്യൂസിക് സിസ്റ്റം ജറൂരി ഹെ. നല്ല വിലപിടിപ്പുള്ള മ്യൂസിക് സിസ്റ്റം വീട്ടിലുണ്ടായിരിക്കണം, അതാവശ്യമാണ്. कोई बात नहीं यदि आप उसे ठीक तरह चला भी ना सके. നിങ്ങൾക്കതിനെ, ആ മ്യൂസിക് സിസ്റ്റം ശരിയായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ആൾക്കാർ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെയുള്ള മ്യൂസിക് സിസ്റ്റം എല്ലാം വാങ്ങിച്ചു വയ്ക്കുന്നു. കമ്പ്യൂട്ടർ കാം കെ ലിയെ തോ ഖരീദ് ഹി ജാത്തെ ഹെ. കമ്പ്യൂട്ടർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ജോലി ചെയ്യാനാണെങ്കിൽ അത് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. മെഹജ് ദിഖാനെ കെ ലിയെ. മെഹജ് എന്ന് പറഞ്ഞാൽ വെറുതെ, ദിഖാനെ കെ ലിയെ കാണിക്കാനായിട്ട്, മറ്റുള്ളവരെ കാണിക്കാനായിട്ട്. ഉനെ ഖരീദനെ വാലോ കി സംഖ്യ ഭി കം നഹി ഹെ. മറ്റുള്ളവരെ കാണിക്കാൻ ഞങ്ങളുടെ വീട്ടിലും എൻ്റെ അടുത്തും കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് വാങ്ങുന്ന ആൾക്കാരുടെ സംഖ്യയും കുറവല്ല. ഖാനെ കെ ലിയെ 5 സിത്താരെ ഹോട്ടൽ ഹെ.
ഭക്ഷണം കഴിക്കാനായിട്ട് 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. വഹാ തോ അബ് വിവാഹ് ഭി ഹോനെ ലഗേ ഹെ. അവിടെ ആ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇപ്പോൾ വിവാഹങ്ങൾ വരെ നടക്കുന്നുണ്ട്. ബിമാർ പഠനെ പർ, ബിമാർ എന്ന് പറഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ 5 സിതാരെ അസ്പത്താലോമേ ആയിയേ. 5 സിതാരെ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ വരാം. സുഖ സുവിധാओं और अच्छे इलाज के अतिरिक्त यह अनुभव काफ़ी समय तक चर्चा का विषय भी रहेगा. അപ്പോൾ അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും ആ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതുപോലെ അവിടുത്തെ അനുഭവം നിങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു വിഷയമായി ഒരുപാട് സമയം, ഒരുപാട് കാലത്തോളം ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം ആയി മാറുകയും ചെയ്യും. പഠായി കെ ലിയേ 5 സിതാര പബ്ലിക് സ്കൂൾ ഹെ. ഇപ്പോൾ പഠിക്കാനായിട്ട് 5 സ്റ്റാർ സ്കൂളുകളുണ്ട് ഇപ്പോൾ. ശീഘ്ര ഹി ശായദ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ബി ബൻ ജായേ. അപ്പോൾ പെട്ടെന്ന് തന്നെ, ശീഘ്ര ഹി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കോളേജുകളും യൂണിവേഴ്സിറ്റികളും 5 സ്റ്റാർ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും. ഭാരത് മേ തോ യേ സ്ഥിതി അഭി നഹി ആയി പർ, ഭാരതത്തിൽ ഈ സ്ഥിതി ഇപ്പോഴില്ല. പക്ഷേ അമേരിക്ക और यूरोप के कुछ देशों में आप मरने के पहले ही अपने अंतिम संस्कार और अंतिम विश्राम का प्रबंध भी कर सकते हैं. ഭാരതത്തിൽ ഈ ഒരു ഇതില്ല, പക്ഷേ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫ്യൂണറൽ അല്ലെങ്കിൽ അന്തിം സംസ്കാർ, അതുപോലെ തന്നെ അനന്ത വിശ്രാം, അതായത് മരിക്കുമ്പോൾ ആ ഒരു ഉള്ള ചടങ്ങുകൾ, ആ ചടങ്ങുകൾക്കുള്ള അറേഞ്ച്മെൻറ്റ് വരെ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാം. ഈ കീമത്ത് പർ, നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ചെയ്യും. ആപ്കി ഖബർ, നിങ്ങളുടെ ഖബറിടം കെ ആസ്പാസ് സദാ ഹരി ഘാസ് ഹോഗി, നല്ല പച്ചപ്പുല്ലുകൾ അവർ വെച്ച് പിടിപ്പിക്കും. അതുപോലെ തന്നെ മൻചാഹെ ഫൂൽ ഹോഗി, നിങ്ങൾക്കിഷ്ടമുള്ള പുഷ്പങ്ങൾ ചെടികൾ അവർ വെച്ച് പിടിപ്പിക്കും. ചാഹെ തോ വഹാ ഫവ്വാരെ ഹോങ്കെ, ഫൗണ്ടെയിൻസ്, ഈ വെള്ളം ചീറ്റിക്കുന്ന ആ ഫൗണ്ടെയിൻസ് അവർ വയ്ക്കും. ഓർ മന്ദ് ധ്വനിമേ, ചെറിയ സൗണ്ടിൽ നിരന്തർ സംഗീത് വി, കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് മ്യൂസിക് വേണമെങ്കിൽ അതും വെച്ച് തരും, മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട്. ആ എല്ലാ അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തു തരും. ഓക്കെ, കൽ ഭാരത് മേ ഭി യ സംഭവ ഹോ സക്താ ഹെ. കൽ എന്ന് പറഞ്ഞാൽ വരുന്ന നാളുകളിൽ, നാളെ. ഇത് നമ്മുടെ ഭാരതത്തിലും ഇങ്ങനെയൊക്കെ ആയിക്കൂടാ എന്നില്ല, അതും വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അമേരിക്ക ആജ് ജോ ഹോ രഹാ ഹെ, അമേരിക്കയിൽ ഇന്ന് എന്താണോ സംഭവിക്കുന്നത്, ഇപ്പോൾ സംഭവിക്കുന്നത്, കൽ വഹ് ഭാരത് മേ ഭി ആ സക്താ ഹെ, അത് നാളെ പിന്നീട് ഒരു ഫ്യൂച്ചറിൽ അത് നമ്മുടെ ഭാരതത്തിലും വരും. പ്രതിഷ്ഠയ്ക്ക് അനേക് രൂപ് ഹോത്തെ ഹെ, പ്രസ്റ്റീജ് കാണിക്കാനായിട്ട് പ്രസ്റ്റീജിൻ്റെ പല രൂപങ്ങളുണ്ട്. ചാഹേ വോ ഹാസ്യാസ്പദ് ഹി ക്യോ നാ ഹോ, യേ ഹെ ഏക് ഛോട്ടി സി. അപ്പോൾ പ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രസ്റ്റീജ് കാണിക്കാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞത് ഒരു ഹാസ്യാസ്പദമായിട്ട്, ഒരു കോമിക്കലായിട്ട്, ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. യേ ഹെ ഏക് ഛോട്ടി സി ഝലക് ഉപഭോക്താവാദി സമാജ് കി, കൺസ്യൂമർ സൊസൈറ്റീൻ്റെ ഒരു ഝലക്, ഒരു വ്യൂ ആണ്, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതുവരെ സംസാരിച്ചത്. യ വിശിഷ്ട ജൻ കാ സമാജ് ഹെ പർ സാമാന്യ ജൻ ഭി ഇസെ ലൽച്ചായി നിഗാഹോ സെ ദേഖ്തേ ഹെ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആൾക്കാരാണ്, വലിയ പൈസക്കാരാണ്, അങ്ങനെയുള്ള സൊസൈറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ സാധാരണക്കാരും ഇതിനെല്ലാം വളരെ ആഗ്രഹത്തിൻ്റെ
ആഗ്രഹമുള്ള കണ്ണുകളോടെയാണ് അവരെല്ലാം ഇതെല്ലാം കാണുന്നത്. അവർക്കും ആഗ്രഹമുണ്ട്. ഉൻകി ദൃഷ്ടി മേ ഏക് വിജ്ഞാപൻ കി ഭാഷ മേ, അവരുടെ ദൃഷ്ടിയിൽ, അവരുടെ കാഴ്ചപ്പാടിൽ, ഒരു അഡ്വർടൈസ്മെൻ്റെ ഭാഷയിൽ യഹി ഹേ റൈറ്റ് ചോയ്സ് ബേബി, ഇതാണ് റൈറ്റ് ചോയ്സ്. പല അഡ്വർടൈസ്മെൻറ്റുകളും പറയുന്നു യഹി ഹേ റൈറ്റ് ചോയ്സ്, ഇത് തന്നെയാണ് റൈറ്റ് ചോയ്സ്, ഈ സാധനം തന്നെ വാങ്ങൂ എന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാരുടെ ദൃഷ്ടിയിൽ ഇതെല്ലാം കാണുമ്പോൾ അവർക്കും തോന്നും യഹി ഹേ റൈറ്റ് ചോയ്സ്, ഇത് തന്നെയാണ് ശരിയായ ചോയ്സ് എന്ന്. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.